നമസ്കാരം. മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത പി.കെ. ശശി നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരിക്കുകയാണ്. തന്നെ പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല എന്നും തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് ഒരു കുറവ് വന്നിട്ടില്ല എന്നുമായിരുന്നു ശശി പറഞ്ഞത്. ഇതോടെ ശശിയുടെ ഉന്നം CPM ആണ് എന്നും അദ്ദേഹം പാർട്ടി വിട്ടേക്കും എന്നുമുള്ള അഭ്യൂഹങ്ങൾ ഉയരുകയാണ്. പിന്നാലെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠനും രംഗത്ത് വന്നു. P.K. ശശിയടക്കം നിരവധി നേതാക്കൾക്ക് CPM-ൽ അതൃപ്തിയുണ്ട് എന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഇത്തരക്കാർക്ക് യാതൊരു വിലക്കുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ CPM വിടുന്നുവെന്നും പാർട്ടിയെ വിമർശിച്ചു എന്നുമുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ P.K. ശശി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ചില ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കുറെ ശത്രുക്കളും CPM-നെതിരായാണ് ഞാൻ മണ്ണാർക്കാട് പ്രസംഗിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. ഞാനൊരു വാക്ക് പോലും എൻ്റെ പാർട്ടിക്കെതിരായോ എൻ്റെ പാർട്ടി നേതാക്കൾക്കെതിരായോ പറഞ്ഞിട്ടില്ല. ആ വേദിയിൽ എൻ്റെ പ്രസംഗം കേട്ടവർക്കറിയാം. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുൻപ് 24 ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ സുവ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ രാഷ്ട്രീയ നിലപാട് 2 ദിവസം മുൻപ് തിരുവനന്തപുരം മലയൻകീഴ് സംഘടിപ്പിച്ച രാഷ്ട്രീയ പൊതുസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ന്. പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഞാൻ നിലനിർത്തുമെന്നാണ് അവിടെ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-35 കൊല്ലമായുള്ള മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ലയൺസ് റോട്ടറി ക്ലബ്ബുകാർ, കൃഷിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ എന്നിവരുമായുള്ള എൻ്റെ നാഭി-നാള ബന്ധം മുറിച്ചു മാറ്റാൻ ഈ ലോകത്തൊരു വ്യക്തിക്കും ശക്തിക്കും കഴിയില്ല. മണ്ണാർക്കാട്ടെ ഈ മേഖലകളിലെല്ലാം തന്നെ എൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ യോഗത്തിൽ പറഞ്ഞത്. അഴിമതിക്കെതിരെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വർക്കുകളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, വിരോധമുള്ള ഒരാൾക്കെതിരെ വെറുതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അതിവ്യക്തമായി തെളിയിക്കപ്പെടണം. മാത്രവുമല്ല, അഴിമതി ഉന്നയിക്കുന്നവൻ താൻ പരിശുദ്ധനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി നിന്ന് കരയ്ക്ക് നിൽക്കുന്നവന്റെ കുപ്പായത്തിൽ കറുത്ത കുത്തുണ്ട് എന്ന് പറയുന്നത് അപഹാസ്യമാണ്. അതാണ് ഞാനവിടെ പ്രസംഗിച്ചത്. ഒരു ചീഞ്ഞ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ആരെന്ത് നല്ലത് ചെയ്താലും വിരോധമുള്ള രാഷ്ട്രീയക്കാർ അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നത് നമ്മുടെ ശീലമായി പോയി. പിണറായി സർക്കാർ ഏത് നല്ല ആശയം മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ നാം സ്ഥിരമായി കാണുന്നതാണല്ലോ. ആര് ചെയ്താലും അത് UDF-ന്റെ ഭരണസമിതി ആയാലും LDF സർക്കാരായാലും ചെയ്യുന്ന കാര്യത്തെ അടിസ്ഥാനമാക്കിയാവണം വിമർശനമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഒന്നേ പറയാനുള്ളൂ, കൂലി എഴുത്തുകാരായി സോഷ്യൽ മീഡിയയിൽ എഴുതി നിറയ്ക്കുന്നവരും തെറ്റിദ്ധരിപ്പിച്ച് വാർത്തയ്ക്ക് സാധ്യത തേടുന്നവരും ഇതെല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട് എന്നോർക്കുക. ഉറപ്പിച്ചു പറയാം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടെ തന്നെ. ഇതായിരുന്നു P.K. ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. P.K. ശശിയുമായുള്ള സഹകരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിലും രംഗത്ത് വന്നു. നാറിയവനെ പേറിയാൽ ഏറിയവനും നാറുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ദുൽഖിഫിൽ പറഞ്ഞു. ശശിയുടെ പഴയകാല ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടു. പീഡന പരാതിയിലാണ് ശശിക്കെതിരെ നടപടിയെടുത്തത് എന്ന് മറക്കരുത്. VK ശ്രീകണ്ഠന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നത്. അതേസമയം പാലക്കാട് മണ്ണാർക്കാട് CPM-ൽ P.K. ശശി വിവാദം പുകയുകയാണ്. ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ CPM-നെയും DYFI-യെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ വിവാദം. മണ്ണാർക്കാട് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്നും ബിഗ് ബി സിനിമയിലെ ഡയലോഗുമാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. പിന്നാലെ DYFI പ്രാദേശിക നേതാക്കൾ തന്നെ ശശിക്ക് മറുപടിയുമായി രംഗത്ത് വന്നു. വിവാദം കത്തി നിൽക്കെയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കമെറിഞ്ഞത്. പുല്ലശ്ശേരി സ്വദേശി അഷ്റഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് ഈ വിഷയത്തിൽ കസ്റ്റഡിയിലെടുത്തത്. CPM പ്രവർത്തകനായ അഷ്റഫ് P.K. ശശി അനുകൂലിയാണെന്നാണ് പാർട്ടി നേതാക്കളുടെ ആരോപണം. മദ്യപിച്ച് സ്വബോധമില്ലാത്തതിനാൽ നാളെ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു.
ഇതിന് പിന്നാലെയായിരിക്കും മറ്റ് നടപടികളെന്നും മണ്ണാർക്കാട് CI അറിയിച്ചു. അതേസമയം വിവാദങ്ങൾക്കിടെ ശശിയെ സ്വാഗതം ചെയ്തുകൊണ്ട് UDF രംഗത്ത് വന്നിട്ടുണ്ട്.